നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് കൊടും ചൂട്. പാലക്കാട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. തൃശൂർ കോടാലിയിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന്റെ വീട്ടിൽ പരിശോധന നടത്തി സർപ്പ ടീം. പരിശോധനയിൽ പാമ്പിനെ കണ്ടെത്താനായില്ല. വീടിന് ചുറ്റുമുള്ള വിള്ളലുകൾ അടയ്ക്കും. തൃശൂർ പൂരത്തിന് ആനയെ എഴുന്നള്ളിക്കരുതെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവിന്റെ ചമയ പ്രദർശനം തുടങ്ങി. തിരുവമ്പാടിയുടേത് നാളെ. മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ട് അപകട സ്ഥലത്ത് പരിശോധന തുടരുന്നു. അപകടത്തിൽപ്പെട്ടത് 38 പേരെന്ന് മന്ത്രി VN വാസവൻ. അതീവ സുരക്ഷാ മേഖലയായ ശബരിമല സന്നിധാനത്ത് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നു. സംഭവം അതീവ ഗൗരവതരമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ. പമ്പ പോലീസ് കേസെടുത്തു. മോശം കാലാവസ്ഥയെ തുടർന്ന് ദിശ മാറി സഞ്ചരിച്ചതാണെന്ന് കോസ്റ്റ് ഗാർഡ്. സമരരംഗത്ത് സജീവമായവരാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യരെന്ന് അജയ് തറയിൽ. ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് ഉയർന്നു വന്നവർ വേണം ഭരണതലപ്പത്തെത്തേണ്ടതെന്നും അജയ് തറയിൽ. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഉചിതമായ തീരുമാനം 4-ാം തീയതിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ. പശ്ചിമേഷ്യയിൽ കടൽ യുദ്ധം രൂക്ഷം. അമേരിക്കയുടെ USS ജോർജ് W. ബുഷ് പടക്കപ്പൽ വ്യൂഹം പശ്ചിമേഷ്യയിൽ. അമേരിക്കൻ ഉപരോധം അവഗണിച്ച് ചരക്ക് കപ്പൽ തീരത്തെത്തിയെന്ന് ഇറാൻ. ഇസ്രയേൽ ലബനൻ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടാൻ ധാരണ. IPL-ൽ ഇന്ന് ബംഗളൂരു ഗുജറാത്ത് പോരാട്ടം. മത്സരം രാത്രി 7:30 മുതൽ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. അതിശക്തമായ ചൂടിന് ശമനമില്ലാതെ തുടരുന്നതോടെ സംസ്ഥാനം വെന്തുരുകുകയാണ്. 3 ജില്ലകളിൽ ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് നിന്നും എബി ജോൺ തോമസ് ചേരുന്നു. എബി, സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. ഒപ്പം ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടിയുണ്ട്. എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. മായ, അതിശക്തമായിട്ടുള്ള ചൂടിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള കനത്ത ചൂട് ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ അത് 41 ഡിഗ്രിക്ക് ഉയരാനുള്ള സാധ്യതയാണ് പറയുന്നത്. ഒപ്പം തന്നെ പാലക്കാടിന് തൊട്ടു പിന്നാലെ തന്നെ തൃശ്ശൂരും കൊല്ലത്തും 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂട് എത്തുന്ന ഒരു സാഹചര്യം കൂടി മുന്നറിയിപ്പായി തന്നെ നൽകുന്നുണ്ട്. ബാക്കിയുള്ള ജില്ലകളിലും സമാനമായ രീതിയിൽ 5 ഡിഗ്രിയോളം വർദ്ധിച്ച ചൂട് അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പുകളെല്ലാം തന്നെ കർശനമായി പാലിക്കണം. 11 മണി മുതൽ 3 മണി വരെ പൊതു ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയും വെയിൽ നേരിട്ടടിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ചെലുത്തണം. വെള്ളം ധാരാളമായി കുടിക്കണം തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ച മലപ്പുറത്ത് സൂര്യാഘാതം 2 കുട്ടികൾ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 5ഉം 8ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് അത്തരത്തിൽ സൂര്യാഘാതം ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ചൂടേറ്റ് ശരീരത്തിൽ പൊള്ളലേൽക്കുന്ന ഒരു നില പോലും ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും സ്കൂളുകളിലൊക്കെ തന്നെയും ഇപ്പോൾ ചില ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്ന നിലയുണ്ട്. അത് ഒരു തരത്തിലും നടത്താൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ തൊഴിൽ വകുപ്പും കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. 11 മണി മുതൽ 3 മണി വരെ ഒരു തരത്തിലും ജോലി ആ നിലയ്ക്ക് ചെയ്യാൻ പാടില്ല. സംസ്ഥാനം വെന്തുരുകുമ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആളുകൾ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ, അധികാരികൾ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. എബിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തൃശൂർ പൂരം പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനം പാറമേക്കാവ് അഗ്രശാലയിൽ ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി KV വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് ഉൾപ്പെടെയുള്ള ദേവസ്വം ഭാരവാഹികളും തട്ടകക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നുവരെ തിരുവമ്പാടി വിഭാഗം ദുഃഖാചരണം നടത്തുന്നതിനാൽ നാളെ മാത്രമേ തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം ഉണ്ടാകൂ. നാളെയാണ് പൂര വിളംബര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ നടന്ന സർക്കാർ ഉന്നതതല യോഗത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കാനും കുടമാറ്റ സമയം ചുരുക്കി നടത്താനുമാണ് തീരുമാനിച്ചത്. അതേസമയം പൂരത്തിന്റെ മറ്റെല്ലാ ചടങ്ങുകളും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ നടക്കും.
തൃശൂർ പൂരത്തിന് ആനയെ എഴുന്നള്ളിക്കരുതെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി അടിയന്തരമായി പരിഗണിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. ഹർജി അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കാൻ മാറ്റി. കടുത്ത ചൂടിൽ ആനയെ എഴുന്നള്ളിക്കുന്നത് തടയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. തൃശൂരിലെ വെടിക്കെട്ടുപുര അപകടത്തിൽ മരിച്ച 11 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് മന്ത്രി വി എൻ വാസവൻ. 29 മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചു. അതിൽ DNA പരിശോധന നടക്കുകയാണ്. 4 പേരുടെ കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. സംഭവ സമയത്ത് മൊത്തം 38 പേരാണ് ഉണ്ടായിരുന്നത്. എത്ര പേരുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള രേഖകളെല്ലാം നഷ്ടമായി. 4 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നുവെന്നും മന്ത്രി വാസവൻ പറഞ്ഞു. 10 പേരുടെയാണ് സ്ഥിരീകരിക്കപ്പെട്ട ബോഡികൾ കിട്ടിയിരുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 29ഓളം പാർട്സുകളാണ്. ആ പാർട്സുകൾ ഇപ്പോൾ DNA ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൊബൈൽ ലാബറട്ടറി തന്നെ ഇന്നലെ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് വന്നിരുന്നു. ഒരു വളരെ ത്വരിതഗതിയിൽ തന്നെ DNA ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇന്നലത്തെ തെരച്ചിലിൽ ഒരു പുരുഷൻ്റെ തല കിട്ടുകയുണ്ടായി. ആ തല പൊതുവിൽ കണ്ടപ്പോൾ ഫോറൻസിക് സർജനും ബന്ധപ്പെട്ടവരൊക്കെ നോക്കി പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഉത്സവ കമ്മിറ്റിയൊക്കെയായി ബന്ധപ്പെട്ട് കാണാതായിരുന്ന ഒരു സുഹൃത്തിൻ്റെതാണ്, ഗിരീഷിൻ്റെതാണ് എന്ന രൂപത്തിലേക്ക് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലയായ ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറത്തി. സംഭവം അതീവ ഗൗരവതരമാണെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചു. സംഭവത്തിൽ പമ്പ പോലീസ് കേസെടുത്തു. അതേസമയം മോശം കാലാവസ്ഥയെ തുടർന്ന് ദിശ മാറി സഞ്ചരിച്ചതാണെന്നാണ് കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അതീവ സുരക്ഷാ മേഖലയായ ശബരിമല സന്നിധാനത്ത് കോസ്റ്റ് ഗാർഡിന്റെ ചേതക് ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത്. 4ഓളം പേർ ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ എത്തിയതിനെക്കുറിച്ച് പമ്പ പോലീസിനോ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ല. വിഷയം അതീവ ഗൗരവതരമാണെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിയിൽ അറിയിച്ചു. ഹെലികോപ്റ്ററിലുണ്ടായിരുന്നവർ ശ്രീകോവിലിന്റെയും മറ്റ് പ്രധാന ഭാഗങ്ങളുടെയും ദൃശ്യങ്ങൾ പകർത്തിയോ എന്ന കാര്യത്തിൽ പോലീസിനും സ്പെഷ്യൽ കമ്മീഷണർക്കും സംശയമുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ വിശദമായ അന്വേഷണത്തിന് ADGP S ശ്രീജിത്തിന് നിർദ്ദേശം നൽകി. സംഭവത്തിന് പിന്നാലെ ശബരിമലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് കോസ്റ്റ് ഗാർഡിന്റെ ചേതക് ഹെലികോപ്റ്റർ പറന്ന സംഭവത്തിൽ പമ്പ പോലീസ് കേസെടുത്തു. അതീവ സുരക്ഷാ മേഖലയിൽ മുൻകൂർ അനുമതിയില്ലാതെ പ്രവേശിച്ച് ഭീതി പടർത്തിയെന്നാണ് FIRൽ വ്യക്തമാക്കുന്നത്. അതേസമയം മനഃപൂർവ്വമല്ല സന്നിധാനത്തിന് മുകളിൽ എത്തിയതെന്നാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിശദീകരണം. ഏതെങ്കിലും പ്രത്യേക ഓപ്പറേഷന്റെ ഭാഗമായല്ല ഹെലികോപ്റ്റർ എത്തിയത്. അന്തരീക്ഷം മേഘാവൃതമായതിനെ തുടർന്ന് ദിശ തെറ്റുകയായിരുന്നു. റഡാർ സംവിധാനത്തിന് പകരം പൈലറ്റിന്റെ കാഴ്ചയെ മാത്രം ആശ്രയിച്ചു പറക്കുന്ന രീതിയിലായതിനാലാണ് ദിശ മാറി സന്നിധാനത്തിന് മുകളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നതെന്നും കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കത്തിൽ അടിമുടി ദുരൂഹത. പ്രതികളെ സംരക്ഷിക്കാൻ അന്വേഷണത്തിൽ അട്ടിമറിയുണ്ടോ എന്നാണ് സംശയം. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള കേസിൽ നാളിതുവരെയായിട്ടും പ്രതികളെ കണ്ടെത്താനോ പിടികൂടാനോ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരിച്ച് 14 ദിവസങ്ങൾ പിന്നിടുമ്പോഴും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അധ്യാപകരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തുന്നതിലും പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് വിവരം. ഡോക്ടർ റാമിനും സംഗീതയ്ക്കുമെതിരെയുള്ള ഡിജിറ്റൽ രേഖകൾ ശേഖരിക്കുന്നതിലും പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അധ്യാപകർക്കെതിരെയുള്ള തെളിവുകൾ ബോധപൂർവം ഒഴിവാക്കിയതായും ആരോപണമുണ്ട്. മരണം ആപ്പ് നടത്തിപ്പുകാരുടെ തലയിൽ കെട്ടിവെച്ച് മാനേജ്മെന്റിനെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് വിദ്യാർത്ഥി യുവജന സംഘടനകളും ആരോപിക്കുന്നു. നിതിൻ രാജിനെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ ഡോക്ടർ റാം ഗൂഢാലോചന നടത്തിയതായും ഇതിന് മറ്റ് അധ്യാപകർക്ക് പ്രോത്സാഹനം നൽകിയതായും വിവരമുണ്ട്. നിതിൻ രാജ് ജീവനൊടുക്കുന്ന അന്നേ ദിനം പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഗൌരവപൂർവമായ അന്വേഷണം നടത്തിയാൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള മറ്റ് അധ്യാപകർക്കെതിരെ നടപടിയുണ്ടാകുമെന്നതിനാൽ പോലീസ് മൌനം പാലിക്കുകയാണെന്നാണ് കുടുംബം ഉന്നയിക്കുന്നത്. കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് കൃത്യമായി ചികിത്സ നൽകിയില്ലെന്നും കാഷ്വാലിറ്റിയിൽ നടന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ജാമ്യത്തിനായി ഡോക്ടർ റാം വ്യാജരേഖ കോടതിയിൽ ഹാജരാക്കിയതായി പ്രോസിക്യൂഷനും വാദിച്ചിരുന്നു. ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടും മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കാത്ത പോലീസ് നീക്കത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ലോണാപ്പ് നടത്തിപ്പുകാരെ ചുറ്റിപ്പറ്റി മാത്രം അന്വേഷണം നീളുന്നത് ചിലരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന ആരോപണമാണ് ശക്തമാകുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ.
മുൻകാലങ്ങളിൽ സമരരംഗങ്ങളിൽ സജീവമായവരാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യരെന്ന് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് ഉയർന്നു വന്നവർ വേണം ഭരണതലപ്പത്തെത്താൻ. തന്റെ സ്വപ്നത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. യോഗ്യതയില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് മോഹിക്കുന്നവർ ആരൊക്കെയെന്ന് മെയ് 4 ശേഷം വെളിപ്പെടുത്തുമെന്നും അജയ് തറയിൽ പറഞ്ഞു. ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് പറഞ്ഞില്ല, എങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നൊരു സ്വപ്നമാണ് ഞാൻ പങ്കുവച്ചത്. അത് തീർച്ചയായിട്ടും അങ്ങനെ വളർന്നു വന്ന ഒരാളാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കും കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ മുതൽക്കൂട്ടാകുമായിരുന്നു. ജനകീയനായ ഒരു നേതാവായിട്ട് മാറുമായിരുന്നു. ജനകീയനായ മുഖ്യമന്ത്രിയാകും. അതുകൊണ്ടാണ് ആരായിരിക്കണം എന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെയുള്ള ആളാകണം എന്നൊരു അഭിപ്രായം ഞാൻ ശക്തമായി പറഞ്ഞത്. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഉചിതമായ തീരുമാനം 4-ാം തീയതി എടുക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ. കേരളം പ്രതീക്ഷിക്കുന്ന തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകുമെന്നും തങ്ങൾ പറഞ്ഞു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ മലപ്പുറത്ത് പ്രതികരിക്കുകയായിരുന്നു തങ്ങൾ. അല്ല, അത് കോൺഗ്രസ് ഉചിതമായിട്ടൊരു തീരുമാനം 4-ാം തീയതിയോട് കൂടി എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ തീരുമാനം എന്തായാലും അത് തന്നെയാണല്ലോ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. നല്ലൊരു തീരുമാനമായിരിക്കും കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുക്കുക. ജനങ്ങളുടെ വികാരങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസ് തീരുമാനം എടുക്കുക. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം കോൺഗ്രസ് ആ കാര്യത്തിൽ എടുക്കും എന്ന് തന്നെ മുസ്ലിം ലീഗ് ഉറച്ച് വിശ്വസിക്കുന്നു. കേരളം പ്രതീക്ഷിക്കുന്ന അതാണ്. കേരളം പ്രതീക്ഷിക്കുന്ന ഒരു ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ്. തിരുവനന്തപുരം മേയർ VV രാജേഷിനെതിരെ മന്ത്രി V ശിവൻകുട്ടി. നഗരസഭയുടെ ഇന്നത്തെ അവസ്ഥയിൽ സങ്കടമുണ്ട്. കുടിവെള്ളം, വഴിവിളക്ക്, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ നഗരസഭയുടെ ചുമതലയാണ്. അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നതെന്ന് മന്ത്രി V ശിവൻകുട്ടി ചോദിച്ചു. തിരുവനന്തപുരം നഗരസഭയുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ഒരു മുൻ മേയർ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. നമ്മൾ പണ്ട് കെട്ടിപ്പടുത്ത സംവിധാനങ്ങളെല്ലാം ഇന്ന് തുരുമ്പെടുക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. നഗരത്തിലെ തെരുവുകളിലൂടെ ഒന്ന് നടന്നു നോക്കൂ. മാലിന്യ കുമ്പാരങ്ങൾക്കിടയിലൂടെ വായ മൂടിക്കെട്ടി നടക്കേണ്ട അവസ്ഥയാണ് ജനങ്ങൾ. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം പലയിടങ്ങളിലും താളം തെറ്റിയിരിക്കുകയാണ്. മാലിന്യ സംസ്കരണം എന്നത് കേവലം ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയോ റീൽ ഷൂട്ടോ ആയി മാറിയിരിക്കുകയാണ്. ഈ മുൻ DGPമാരായ TP സെൻകുമാറിനും R ശ്രീലേഖയ്ക്കുമെതിരെ വിമർശനവുമായി മന്ത്രി V ശിവൻകുട്ടി. പോടാ പുല്ലേ പോലീസ് എന്ന മുദ്രാവാക്യത്തിന് മുൻകാല പ്രാബല്യമുണ്ടോ എന്ന് മന്ത്രി ചോദിച്ചു. സേനയിലുണ്ടായിരുന്ന കാലത്ത് ഇവർ എടുത്ത നടപടികൾ പരിശോധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. TP സെൻകുമാർ, R ശ്രീക എന്നീ 2 മുൻ DGPമാർ പോടാ പുല്ലേ പോലീസ് എന്ന് വിളിച്ചത് അവർ സർവീസിലിരിക്കുന്ന കാര്യത്തെ അടക്കമുള്ള മുൻകൂർ പ്രാബല്യത്തോടെയാണോ എന്ന് വ്യക്തമാക്കേണ്ടതാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ ഭീഷണിപ്പെടുത്തി ശാസ്തമംഗലം കൗൺസിലർ വാട്സാപ്പ് സന്ദേശം അയക്കുകയും ഇതിൻ്റെ സ്ക്രീൻ ഷോട്ട് എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇങ്ങനെ ചെയ്യാൻ എന്ത് അധികാരമാണ് ഇവർക്കുള്ളത്? പയ്യന്നൂരിൽ CPM വിമതനായി മത്സരിച്ച വൈശാഖിന് നേരെ പ്രതികാര നടപടി. അംഗനവാടി ജീവനക്കാരിയായ അമ്മയ്ക്കെതിരെ CPM വ്യാപകമായി പരാതി നൽകിയെന്ന് വൈശാഖ് ആരോപിച്ചു. തന്നോടുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ അമ്മയെ CPM വേട്ടയാടുകയാണെന്നും വൈശാഖ് ഫേസ്ബുക്കിൽ കുറിച്ചു. അംഗനവാടിയിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. വിരുന്നിൽ കൗൺസിലറെ പങ്കെടുപ്പിച്ചു. അംഗൻവാടിയുടെ റീൽ ചിത്രീകരണം നടത്തി. വിശേഷ ദിവസം കുട്ടികൾക്ക് ബിരിയാണി നൽകി. അംഗനവാടിയിലെ വെള്ളം അടുത്തുള്ള സ്ഥലത്ത് ഒഴുക്കിവിട്ടു എന്നിങ്ങനെയാണ് പരാതി. പരാതികളിൽ മാതാവിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതോ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ എന്ന ആശങ്കയും വൈശാഖ് പങ്കുവച്ചു. വേട്ടയാടൽ തുടർന്നാലും നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നും വൈശാഖ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തി. കാട്ടാക്കട എള്ളുവിള കോളനിയിലെ മണിയൻ ബീന ദമ്പതികളുടെ മകൻ രാഹുലാണ് കൊല്ലപ്പെട്ടത്. 24 വയസ്സായിരുന്നു. ബൈക്ക് വിറ്റ പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇന്നലെ രാത്രി 11 മണിയോടെ കിള്ളി രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപമായിരുന്നു സംഭവം. നെഞ്ചിന് താഴെ താക്കോൽ പോലുള്ള ആയുധം ഉപയോഗിച്ചുള്ള കുത്തേറ്റ രാഹുലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാഹുലിന്റെ സുഹൃത്ത് പ്രതിയിൽ നിന്നും ബൈക്ക് വാങ്ങിയതുമായി ബന്ധപ്പെട്ട പണമിടപാടാണ് തർക്കത്തിന് കാരണമായത്. ബാക്കി പണം ആവശ്യപ്പെട്ട് പ്രതി ഫോൺ ചെയ്തപ്പോൾ രാഹുലിന്റെ സഹോദരിയാണ് ഫോൺ എടുത്തത്. ഫോണിലൂടെ സഹോദരിയോട് പ്രതി മോശമായി സംസാരിച്ചതിനെ ചൊല്ലി ഇന്നലെ രാത്രി റോഡരികിൽ വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ആക്രമണത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു. ഒളിവിൽ പോയ പ്രതിക്കായി കാട്ടാക്കട പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി.
പശ്ചിമേഷ്യയിൽ സൈനിക സാന്നിധ്യം വീണ്ടും വർദ്ധിപ്പിച്ച അമേരിക്ക. ഇതിന്റെ ഭാഗമായി USS ജോർജ് H.W. ബുഷ് എന്ന വിമാനവാഹിനി കപ്പൽ കൂടി പശ്ചിമേഷ്യയിലെത്തി. അതിനിടെ ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയെന്ന് അമേരിക്ക അറിയിച്ചു. ഇറാനുമായുള്ള സംഘർഷത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാധ്യതയേറുകയാണ്. അമേരിക്കയുടെ യുദ്ധക്കപ്പലായ USS ജോർജ് H.W. ബുഷ് വിമാനവാഹിനി പശ്ചിമേഷ്യയിലെത്തിയതായി US സൈന്യം വ്യക്തമാക്കി. ഇതോടെ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ എണ്ണം 3ആയി. USS ജെറാൾഡ് R. ഫോർഡും USS എബ്രഹാം ലിങ്കണും നിലവിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട്. ഈ യുദ്ധക്കപ്പലുകൾക്കൊപ്പം പിന്തുണയ്ക്കായി മറ്റ് നിരവധി സായുധ കപ്പലുകളും മേഖലയിലെത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് അമേരിക്കയുടെ ഈ നീക്കം. അതിനിടെ ഇസ്രായേൽ ലെബനൻ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയെന്ന് അമേരിക്ക അറിയിച്ചു. വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ നീട്ടിയത്. ഇറാനുമായുള്ള യുദ്ധം ആണവ സംഘർഷമാക്കി മാറ്റാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. സമാധാന കരാറിൽ ഏർപ്പെടാൻ ഇറാന് മുന്നിലുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. സാധാരണ നിലയിലുള്ള ആക്രമണങ്ങളിലൂടെ തന്നെ ഇറാന്റെ സൈനിക ശക്തിയെ അമേരിക്ക പൂർണ്ണമായും തകർത്തിട്ടുണ്ടെന്നും അതിനാൽ ആണവായുധങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു രാജ്യവും ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് തന്റെ നിലപാടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ വ്യോമസേനയും റഡാർ സംവിധാനങ്ങളും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നിലവിൽ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം അതിശക്തമാണെന്നും സമയം ഇറാന് അനുകൂലമല്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ വെടിനിർത്തലിന് ശേഷം ആദ്യമായി ടെഹ്റാനിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ഇറാൻ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെക്കെതിരായ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകി കോൺഗ്രസ്. ഖർഗെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രിക്കെതിരായ വിമർശനത്തിൽ നിന്ന് ഒരു വരി മാത്രം അടർത്തിയെടുത്തു നൽകിയ പരാതിയിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും കോൺഗ്രസ് വിശദീകരിച്ചു. മറുപടി നൽകാൻ 24 മണിക്കൂർ മാത്രം നൽകിയതിൽ അസ്വാഭാവികതയുണ്ടെന്നും BJP നേതാക്കളുടെ ചട്ടലംഘനങ്ങൾ കമ്മീഷൻ കാണുന്നില്ല എന്നും കോൺഗ്രസ് ആരോപിച്ചു. തമിഴ്നാട്ടിലെ പ്രചാരണത്തിനിടയിൽ പ്രധാനമന്ത്രിയെ ഭീകരൻ എന്ന് വിശേഷിപ്പിച്ചതിനാണ് മല്ലികാർജ്ജുൻ ഖർഗെക്കെതിരെ BJP പരാതി നൽകിയത്. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ ബംഗാളിൽ BJP വിജയം ഉറപ്പിച്ചുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. തെരഞ്ഞെടുപ്പുകളിൽ അക്രമ സംഭവങ്ങൾ കുറയ്ക്കാനായെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഉയർന്ന പോളിംഗിന് കാരണമെന്നും BJP തകർന്നടിയുമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. 93% പോളിംഗാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തിയത്. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗാണ് ബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തിയത്. SIR നടപടികൾക്ക് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ 92.72% പോളിംഗ് രേഖപ്പെടുത്തി. തപാൽ സർവീസ് വോട്ടുകളുടെ എണ്ണം കൂടി ചേരുന്നതോടെ വോട്ടിംഗ് ശതമാനം ഇനിയും ഉയരും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 82.3% പോളിംഗ്. SIR നടപടികളിലൂടെ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കിയതും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയതുമാണ് പോളിംഗ് ശതമാനം ഉയരാൻ കാരണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. SIR-ലൂടെ 11% വോട്ടുകൾ ബംഗാളിൽ നീക്കം ചെയ്തിരുന്നു. മമതാ സർക്കാരിന്റെ ഭരണം അവസാനിപ്പിക്കാനാണ് ജനങ്ങൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതെന്ന് കൊൽക്കത്തയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. ആദ്യഘട്ട വോട്ടെടുപ്പിൽ തന്നെ BJP വിജയം ഉറപ്പിച്ചുവെന്നും ബംഗാളിൽ BJP സർക്കാർ രൂപീകരിക്കുമെന്നും അമിത് ഷാ വ്യക്തമാക്കി. बंगाल के प्रथम चरण के मतदाताओं ने स्पष्ट कर दिया है कि बंगाल भी उसमें जुड़ने जा रहा है. 16 जिलों की 52 सीटों पर 92.98% मत निश्चित रूप से बताता है ബംഗാളിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും ഉയർന്ന പോളിംഗ് ശതമാനം ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. BJPയുടെ പൂർണ്ണ തകർച്ചയാണ് തന്റെ ലക്ഷ്യമെന്നും മമതാ ബാനർജി പറഞ്ഞു. 294 മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് ഈ മാസം 29-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കം തുടരുന്നതിനിടെ മലപ്പുറത്ത് VD സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി അഭിവാദ്യം ചെയ്ത് ഫ്ലെക്സ് ബോർഡ്. അതേസമയം കോൺഗ്രസിലെ തർക്കത്തിൽ മുസ്ലിം ലീഗിൽ അതൃപ്തിയുണ്ട്. വോട്ടെണ്ണാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുകയാണ്. വിവിധ നേതാക്കൾക്കായി അരങ്ങിലും അണിയറയിലുമായി വലിയ ക്യാമ്പയിനുകളാണ് നടക്കുന്നത്. ഇതിനിടെയാണ് മലപ്പുറത്ത് VD സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. ജനങ്ങളോടൊപ്പം നടന്നവൻ ജനങ്ങളെ നയിക്കട്ടെ എന്ന് ബോർഡിൽ പറയുന്നു. കാലടി പഞ്ചായത്തിലെ പാറപ്പുറത്താണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിവിധ നേതാക്കളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ UDF-ൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മെയ് 4 ഉചിതമായ തീരുമാനം
തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുമെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അത് കോൺഗ്രസ് ഉചിതമായിട്ടൊരു തീരുമാനം 4-ാം തീയതിയോട് കൂടി എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വികാരങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസ് തീരുമാനം എടുക്കുക. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം കോൺഗ്രസ് ആ കാര്യത്തിൽ എടുക്കും എന്ന് തന്നെ മുസ്ലിം ലീഗ് ഉറച്ച് വിശ്വസിക്കുന്നു. മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പരസ്യ പ്രതികരണത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. വോട്ടെണ്ണുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രിയെ ചൊല്ലി നടക്കുന്ന തർക്കങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്ന് ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് മരണസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ DMOമാരുടെ യോഗം വിളിച്ച ആരോഗ്യവകുപ്പ്. 4 പേരാണ് സംസ്ഥാനത്ത് പാമ്പുകടിയേറ്റ് മരിച്ചത്. എല്ലാ ആശുപത്രികൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. ആന്റിവനം ഉണ്ടെന്ന് ആശുപത്രികൾ ഉറപ്പുവരുത്തണം. അത്യാഹിത വിഭാഗങ്ങളിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കണം എന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പാമ്പുകടിയേറ്റ് വരുന്നവർക്ക് കൃത്യമായ ആന്റിവനം നൽകിയില്ല എന്ന പരാതികളും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസുമായി ചേർന്ന് കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് മാധ്യമപ്രവർത്തകർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച ക്യാമ്പിന് ഡോക്ടർ ശ്രീകുമാർ സി നേതൃത്വം നൽകി. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു. ബ്ലഡ് ടെസ്റ്റ്, GRBS, എക്കോ, ECG എന്നീ സൗകര്യങ്ങളും ക്യാമ്പിനോടനുബന്ധിച്ചുണ്ടായിരുന്നു. അമൃത സാറ്റലൈറ്റ് എമർജൻസി മെഡിക്കൽ യൂണിറ്റ് വാഹനവും ക്യാമ്പിനായി സജ്ജീകരിച്ചിരുന്നു. മെഡിക്കൽ ക്യാമ്പ് ഏറെ പ്രയോജനകരമായെന്ന് പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കൊച്ചി അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ ഇവിടുത്തെ പത്രപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഒരു ആരോഗ്യ പരിശോധന ക്യാമ്പ് നടത്തുകയാണ്. ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നമ്മൾ കേരളത്തിലെ എല്ലാ പത്രപ്രവർത്തകർക്കും വേണ്ടി ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരെ പോലെ തന്നെ ഏതാണ്ട് 24 മണിക്കൂറും സ്വന്തം ആരോഗ്യം നോക്കാതെ സമൂഹത്തിൻ്റെ മെച്ചത്തിന് വേണ്ടി സമൂഹത്തിലെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് സ്വന്തം ആരോഗ്യം തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെ ഇടപെടുന്ന ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് പത്രമാധ്യമ സുഹൃത്തുക്കൾ. അമ്മ പലപ്പോഴും ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി പറയാറുള്ളതുമാണ്. അവരുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അവരുടെ ആരോഗ്യത്തിലും നമ്മൾ ഇടപെടണം, നമ്മുടെ ആശുപത്രി ഇടപെടണം എന്ന് പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. IPLൽ ഇന്ന് ബംഗളൂരു ഗുജറാത്ത് പോരാട്ടം. 6 മത്സരങ്ങളിൽ 4 വിജയവുമായി പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് ബംഗളൂരു. 8 പോയിന്റാണ് ബംഗളൂരുവിനുള്ളത്. 3 മത്സരങ്ങളിൽ വിജയിച്ച് 6 പോയിന്റുമായി 7-ാം സ്ഥാനത്താണ് ഗുജറാത്ത്. രാത്രി 7:30 മുതൽ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.